ഹലോ എവ്രി വൺ. ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് UPSC പ്രീലിമിനറി എക്സാമിനേഷൻ ആൻഡ് PSC ഡിഗ്രി ലെവൽ എക്സാമിനേഷനുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: റീസെൻ്റ്ലി സുപ്രീം കോർട്ട് ഹാസ് പെർമിറ്റഡ് ടു ഇനീഷ്യേറ്റ് റീഇൻട്രൊഡക്ഷൻ ഓഫ് ആഫ്രിക്കൻ ചീറ്റ ഫ്രം നാംബീബിയൻ ഇൻ ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ്. റീസെൻ്റ്ലി സുപ്രീം കോർട്ടിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. എന്താണെങ്കിൽ ആഫ്രിക്കൻ ചീറ്റേനെ റീഇൻട്രൊഡക്ഷൻ ചെയ്യണമെന്നുള്ളത്. നാംബീബിയയിൽ നിന്നാണ് ആഫ്രിക്കൻ ചീറ്റേനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഏത് പ്രൊട്ടക്റ്റഡ് ഏരിയ, ഇന്ത്യയിലെ ഏത് പ്രൊട്ടക്റ്റഡ് ഏരിയയിലേക്കാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ സി സബ് കറക്റ്റ് ഓപ്ഷൻ പാൽപൂർ കുനോ സാനിച്ചറി. പാൽപൂർ കുനോ സാനിച്ചറിയിലേക്കാണ് സുപ്രീം കോർട്ടിൻ്റെ പെർമിഷൻ പ്രകാരം ആഫ്രിക്കൻ ചീറ്റേനെ നാംബീബിയയിൽ നിന്നും റീഇൻട്രൊഡക്ഷൻ ചെയ്തത്. Supreme Court has lifted 7-year-long stay proposal to introduction of African cheetah from Namibia into Indian habitat. 7 വർഷം ലോങ് ആയിട്ട് ഒരു ബാൻ ഉണ്ടായിരുന്നു, ഒരു സ്റ്റേ ഉണ്ടായിരുന്നു ഈ ഒരു പ്രപ്പോസലിന്. പക്ഷെ അത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അത് അപ്പോൾ നാംബീബിയൻ ചീറ്റേനെ ഇന്ത്യൻ ഹാബിറ്റേറ്റിലേക്ക് വരികയാണ്. നാംബീബിയനിൽ നിന്നും ആഫ്രിക്കൻ ചീറ്റേനെയാണ് ഇന്ത്യൻ ഹാബിറ്റേറ്റിലേക്ക് കൊണ്ടുവരുന്നത്. ദ കോർട്ട് ഹാസ് നൗ അലൗഡ് ടു ഇനീഷ്യേറ്റ് റീഇൻട്രൊഡക്ഷൻ ഓഫ് ദിസ് ആനിമൽ ഇൻ ടു ദ പാൽപൂർ കുനോ സാനിച്ചറി ഇൻ മധ്യപ്രദേശ്. അപ്പോൾ പാൽപൂർ കുനോ സാനിച്ചറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ്. ഇതൊരു എക്സ്പെരിമെൻ്റൽ ബേസിസിലാണ് ഈ ഒരു പ്രവർത്തനം തുടങ്ങിയത്. ഇൻ 1952 ദിസ് animal was officially declared extinct from India. 1952 ഈ ഒരു എനിമലിനെ, ആഫ്രിക്കൻ ചീറ്റേനെ ഇന്ത്യയിൽ എക്സ്റ്റിൻറ്റ് ചെയ്തതായിട്ട് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നിന്നാണ് ഈ ഒരു ഡാറ്റ എടുത്തത്. ഇനി അടുത്തത് കൺസിഡർ ദ ഫോളോയിങ്. അപ്പോൾ വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് എബവ് ആർ കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്: എ ലോ ഇൻറ്റൻഡഡ് ടു റെസ്ട്രിക്ട് ദ ഫണ്ടമെൻ്റൽ റൈറ്റ് ഓഫ് മെമ്പേഴ്സ് ഓഫ് പാരാമിലിറ്ററി ആൻഡ് പോലീസ് ഫോഴ്സ് ക്യാൻ ബി എനാക്റ്റഡ് ബൈ ദ പാർലമെൻറ്റ് ഓൺലി. അപ്പോൾ ഒരു നിയമം കൊണ്ടുവരികയാണ്. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, പാരാമിലിറ്ററി പോലീസ് ഫോഴ്സസിൻ്റെയൊക്കെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു ലോ കൊണ്ടുവരാനുള്ള അധികാരം, ഇനാക്ട് ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിന് മാത്രമാണ് എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അത് ശരിയാണോ എന്നുള്ളത്, തെറ്റാണോ എന്നുള്ളത് നോക്കാം. Second one: declaration of martial law in a particular area of state of India affect both fundamental rights and legislative power between center and state in respective of state. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? മാർഷൽ ലോ ഒരു പർട്ടിക്കുലർ ഏരിയ, ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാർഷൽ ലോ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെയും സെൻറ്ററിൻ്റെയും ആൻഡ് സ്റ്റേറ്റിൻ്റെയും റെസ്പെക്റ്റീവ് സ്റ്റേറ്റിൻ്റെയും ഇടയിലുള്ള ഒരു പവറിനെയും അഫക്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലേതാണ്? എ ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. 1 ഓൺലി ഈസ് ദ കറക്റ്റ്. ഇതിൽ പാർലമെൻറ്റിന് മാത്രമേ അത്തരത്തിലൊരു ലോ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇനി എക്സ്പ്ലനേഷൻ നോക്കാം, എന്തുകൊണ്ടാണ് ബി തെറ്റായത് എന്നുള്ളത് നോക്കാം. സെക്കൻഡ് ഓപ്ഷൻ തെറ്റായത് എന്നുള്ളത് നോക്കാം. ആർട്ടിക്കിൾ 33 empowers the parliament to restrict or abrogate the fundamental rights of members of armed forces, paramilitary forces, police forces and so on. ഇത്തരത്തിൽ ആ പവേഴ്സ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന, അബ്രോഗേറ്റ് ചെയ്യുന്നതിനും ഉള്ള ഒരു പവേഴ്സ് പാർലമെൻറ്റിന് നൽകുന്നത് ആർട്ടിക്കിൾ 33 പ്രകാരമാണ്. ആർട്ടിക്കിൾ 33 പ്രകാരം The power to make laws under this article conferred only to the parliament. പാർലമെൻറ്റിന് മാത്രമേ അത്തരത്തിലുള്ള ഒരു അധികാരമുള്ളൂ. സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിന് അതിനുള്ള അധികാരമില്ല. ഇനി സച്ച് ലോ കനോട്ട് ബി ചാലഞ്ച്ഡ് എനി കോർട്ട്. ഏതെങ്കിലും കോർട്ടിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ കോൺട്രാവേഷൻ നടന്നതെന്ന് പറഞ്ഞിട്ട് ഒരു കോർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല ഈ മാർഷൽ ലോയുടെ കേസസിൽ. ദ പ്രൊക്ലമേഷൻ ഓഫ് മാർഷൽ ലോ ക്യാൻ മെയ്ഡ് സം സ്പെസിഫൈഡ് ഏരിയ ഓഫ് ദ കൺട്രി. ഒരു സ്പെസിഫൈഡ് ഏരിയയിൽ മാർഷൽ ലോ കൊണ്ടുവരാനും പറ്റും. ഇറ്റ്സ് എ proclamations affect only the fundamental rights, but center-state relation, distribution of revenue and legislative powers between center and state does not change. ഈ പ്രൊക്ലമേഷൻ അഫക്റ്റ് ചെയ്യുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ മാത്രമാണ്. പക്ഷേ സെൻറ്റർ സ്റ്റേറ്റിൻ്റെ റിലേഷനും റവന്യൂ ഡിസ്ട്രിബ്യൂഷനിലും ലെജിസ്ലേറ്റീവ് പവറിൻ്റെ, സെൻറ്ററിൻ്റെയും സ്റ്റേറ്റിൻ്റെയും ഇടയിലുള്ള ആ ഒരു ലെജിസ്ലേറ്റീവ് പവേഴ്സിനൊന്നും എഫക്റ്റ് ആവുന്നില്ല. ഇനി കൺസിഡർ ദ ഫോളോയിങ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് സത്നാമി എഫക്ട്സ് ആക്ട്. സത്നാമി സെക്റ്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണിത്. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് എബവ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്: സത്നാമീസ് വർ ഒറിജിനലി എ മിലിറ്റൻറ്റ് സെക്ട് ഓഫ് ഹിന്ദു വേർഷിപ്സ്. ഹിന്ദു വേർഷിപ്പേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു മിലിറ്റൻറ്റ് സെക്ടറാണ് ഈ ഒരു സത്നാമീസ് എന്ന് പറയുന്നത്. ഇത് സെക്ട് ഈസ് thought to be an offshoot of Ravi Dasi sect.
This sect is through being an offshoot of Ravidasi sect. Third one, this Satnamis revolt for the first time during the colonial period due to the introduction of various social religious reform by British, which is disrupted their traditional way of life. സത്നാമീസ് റിവോൾട്ട് ഫസ്റ്റ് ഉണ്ടായത് കൊളോണിയൽ കാലഘട്ടത്തിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രോബ്ലം വരാൻ കാരണം എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് സോഷ്യൽ റിലീജിയസ് ആയിട്ടുള്ള സോഷ്യൽ റിലീജിയസ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്നതാണ്. അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ട്രഡീഷണൽ വേ ഓഫ് ലൈഫ് ഡിസ്റ്റർബ് ചെയ്തു എന്നതാണ് തേർഡ് ഓഫ് ദ ഓപ്ഷൻ. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 2ഉമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. സത്നാമീസ് ശരിക്കും പറഞ്ഞാൽ ഹിന്ദു വർഷിപ്സിൻ്റെ ഇടയിലുള്ള ഒരു മിലിറ്റൻറ്റ് സെക്റ്റാണ്. അവർ ഒറിജിനേഷൻ അവിടെയാണ് സത്നാമീസ്. ദി സെക്ട് ആർ ത്രോ ഔട്ട് ടു ബി ഓഫ് ഷൂട്ട്. അപ്പോൾ രവിദാസി സെക്റ്റിൻ്റെ ഓഫ് ഷൂട്ട് തന്നെയാണ് ഈ ഒരു സെക്ട് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് തേർഡ് ഓപ്ഷൻ ഈസ് റോങ് എന്നുള്ളത് നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. സത്നാമീസ് എന്ന് പറയുന്നത് ഹിന്ദു വർഷിപ്സിൻ്റെ ഉള്ള ഒരു സെക്ടറാണ്. അവരുടെ മേജർ റിലീജിയസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ചാന്ത് ആൻഡ് മെഡിറ്റേറ്റ്, പിന്നെ the true names of God, especially Rama and Krishna. This Satnamis were a militant sect of Hindu worshippers whose major religious activity was to chant and meditate the true names of God, especially Rama and Krishna. This sect struck out to the offshoot of Ravidasi sect and comprised a lower rate of Hindu society, particularly carpenters, goldsmiths, sweepers, leathers workers, and so on. The Satnami revolt broke out in 1672 during the rule of ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിൽ 1672 ഈ സത്നാമീസ് റിവോൾട്ട് ഉണ്ടായതെന്നാണ് പറയുന്നത്. ഇത് കൊളോണിയൽ കാലഘട്ടത്തിലല്ല, അതുകൊണ്ടാണ് ആ ആൻസർ തെറ്റായത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. റീസെൻ്റ്ലി ബ്ലൂ കളേർഡ് ആധാർ കാർഡ് ഹാസ് ബീൻ ലോഞ്ച്ഡ് ബൈ UIDAI ഫോർ ഫസ്റ്റ് ഓപ്ഷൻ ചിൽഡ്രൻ ഏജ്ഡ് ബിലോ 5 years. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ബ്ലൂ കളർ ആധാർ കാർഡ് കൊണ്ടുവന്നത് ആർക്കായിരുന്നു എന്ന്. അത് ചിൽഡ്രൻസ് ബിലോ 5 years തന്നെയാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് അത് കൊണ്ടുവന്നത്. യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഹാസ് ലോഞ്ച്ഡ് ദ ബ്ലൂ കളേർഡ് ആധാർ കാർഡ് ഓർ ബാൽ ആധാർ കാർഡ് ഫോർ ചിൽഡ്രൻ ബിലോ 5 years of age. This initiative set crack down on child trafficking, keeping in mind of decreasing cases of crime against children. ഇത് ഇൻറ്റൻഷൻ, അതിൻ്റെ എയിം എന്താണ്? ട്രാഫിക്കിംഗ്, ക്രൈം, ചിൽഡ്രൻസിൻ്റെ നേരേക്കുള്ള ക്രൈംസ് തടയാൻ വേണ്ടിയിട്ടാണ് അത് തുടങ്ങിയത്. ഇനി അടുത്തത് വിത്ത് റെഫറൻസ് ടു ദ ഇന്ത്യൻ ഓഷ്യൻ കമ്മീഷൻ കൺസിഡർ ദ ഫോളോയിങ്. ഇന്ത്യൻ ഓഷ്യൻ കമ്മീഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് അബൌട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് എ ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ഹാവിൻ ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ ശ്രീലങ്ക. ഇതൊരു ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ശ്രീലങ്കയിലാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തത്, ഇറ്റ് ഓർഗനൈസേഷൻ അഡ്വക്കേറ്റ് ദ കോസ് ഓഫ് സ്മോൾ ഐലൻഡ് സ്റ്റേറ്റ് ഇൻ റീജിയണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഫോറം. സ്മോൾ ഐലൻഡ് സ്റ്റേറ്റ്സിനെ റീജിയണൽ ഇൻ്റർനാഷണൽ ഫോറത്തിലുള്ള സ്മോൾ ഐലൻഡ് സ്റ്റേറ്റ്സിനെ ഇന്ത്യ അഡ്വക്കേറ്റ് ചെയ്തുള്ള ഓർഗനൈസേഷൻ ആണെന്നാണ് പറയുന്നത്. സെക്കൻഡ്. തേർഡ് ആണ്, ഇന്ത്യ ഈസ് ആൻ ഒബ്സർവർ സ്റ്റാറ്റസ് വിത്ത് ദിസ് ഓർഗനൈസേഷൻ. ഇന്ത്യക്ക് ഒബ്സർവർ സ്റ്റാറ്റസേ ഉള്ളൂ എന്നുള്ളതാണ് തേർഡ് ഓപ്ഷൻ. എന്താണ് ആൻസർ വരുന്നത്? C is the correct answer. 2 and 3 is the correct answer. അപ്പോൾ ഇറ്റ് ഈസ് എ ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ഹാവിങ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ ശ്രീലങ്ക എന്നുള്ളത് തെറ്റാണ്. ഇത് ഇൻ്റർനാഷണൽ ഫോറം, പിന്നെ the organization advocate the cause of small island states in regional and international forum എന്നുള്ളത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇന്ത്യ ഇതിൻ്റെ ഒബ്സർവർ സ്റ്റേറ്റ് ആണെന്നുള്ളത്, സ്റ്റാറ്റസ് ആണെന്നുള്ളത് ശരിയാണ്. എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഓപ്ഷൻ തെറ്റായത്? ഇതൊരു ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ദാറ്റ് വാസ് ക്രിയേറ്റഡ് ഇൻ 1982 at the Port Louis, Mauritius, and industrialized in 1984 by Victoria Agreement in Seychelles. IOC ഇൻ്റർനാഷണൽ ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ തന്നെയാണ്. 1982 ക്രിയേറ്റ് ചെയ്തത്. പോർട്ട് ലൂയിസിലാണ്, ശ്രീലങ്കയിലല്ല, മൗറീഷ്യസിൽ. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ചെയ്തത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തത് 1984 വിക്ടോറിയ അഗ്രിമെൻറ്റിലൂടെയാണ്. സൈച്ചെല്ലാസിൽ നടന്ന വിക്ടോറിയ അഗ്രിമെൻറ്റിലൂടെയാണ്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് 5 ആഫ്രിക്കൻ ഇന്ത്യൻ ഓഷ്യൻ നേഷൻ. 5 ആഫ്രിക്കൻ ഇന്ത്യൻ ഓഷ്യൻ നേഷൻസ് ആണുള്ളത്. കൊമറോസ്, പിന്നെ മഡഗാസ്കർ, മൗറീഷ്യസ്, റിയൂണിയൻ ആൻഡ് സൈച്ചെല്ലാസ്. ഇറ്റ് ഈസ് ദ പ്രിൻസിപ്പൽ മിഷൻ ടു സ്ട്രെങ്തൻ ട്രൈസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ദ കൺട്രീസ് ആൻഡ് ഇറ്റ് ബി എ പ്ലാറ്റ്ഫോം ടു സോളിഡാരിറ്റി എൻഡ് ദ പോപ്പുലേഷൻ ഓഫ് ആഫ്രിക്കൻ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ. ബി എൻ ഓർഗനൈസേഷൻ regrouping only island states.
It is usually champion that cause of small island state in regional international forum. റീസെൻ്റ്ലി ഇന്ത്യ ഇതൊരു ഒബ്സർവർ സ്റ്റേറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ആഫ്രിക്കൻ നേഷൻ ചേർന്നുള്ള ഒരു ഓഷ്യൻ സ്റ്റേറ്റ്സ് ചേർന്നിട്ടുള്ളതാണ്. അത് ഏതൊക്കെയാണ്? മഡഗാസ്കർ, കോമറോസ്, മൗറീഷ്യസ്, റിയൂണിയൻ ആൻഡ് സൈച്ചലാസ് ചേർന്നിട്ടുള്ളതാണ്. ഈ ഓഷ്യൻ സ്റ്റേറ്റ്സുമായിട്ടുള്ള ഒരു ടൈപ്പ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു IOC കൊണ്ടുവന്നത് എന്നുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഈസ് ഇലക്റ്റഡ് ഇൻഡയറക്ട്ലി ബൈ ദ മെമ്പേഴ്സ് ഓഫ് ഇലക്ടർ കോളേജ് ഹൂ എമംഗ് ദ ഫോളോയിങ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ദാറ്റ് ഇലക്ട്രൽ കോളേജ്. വൈസ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ലോക്സഭയിലെ മെമ്പേഴ്സും രാജ്യസഭയിലെ മെമ്പേഴ്സുമാണ്. അപ്പോൾ ഇല്ലാത്തത് ആരാണ്? ഹൂ എമംഗ് ദ ഫോളോയിങ് നോട്ട് ഇൻക്ലൂഡ് ഇലക്ട്രൽ കോളേജിൽ ഇല്ലാത്തവരാണ് ആരാണ്? ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് വിധാൻസഭയിലെ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഇതിൽ ഉൾക്കൊള്ളില്ല. അപ്പോൾ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇലക്ട്രൽ കോളേജ് ഓഫ് ദ വൈസ് പ്രസിഡൻറ്റ് ആരാണ്? ഇത് ബോത്ത് ഇലക്റ്റഡ് നോമിനേറ്റ് ചെയ്ത പാർലമെൻറ്റിലെ ഇലക്റ്റഡ് ആൻഡ് നോമിനേറ്റഡ് ചെയ്ത മെമ്പേഴ്സാണ്. ഇവിടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെ ആളുകൾക്ക് ഉള്ള ഒരു മെമ്പേഴ്സിന് ഒരു റോളും ഇല്ല. ലക്ഷ്മികാന്തിൽ നിന്നാണ് ഈ എടുത്തിരിക്കുന്നത്. അടുത്തത്, റിഗാർഡിംഗ് ദ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ, സാർക്കിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യനാണ്. വിച്ച് അബോവ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് എന്നുള്ള ക്വസ്റ്റ്യനാണ്. സാർക്കിലെ ഫസ്റ്റ് സാർക്ക് ഡെവലപ്മെൻറ്റ് ഫണ്ട് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ഫണ്ടിങ് പ്രോജക്റ്റ് ബേസ്ഡ് ഓൺ ദ കൊളാബറേഷൻസ് ഇൻ സോഷ്യൽ സെക്ടർ ലൈക്ക് പോവർട്ടി അലിവേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. സാർക്ക് ഡെവലപ്മെൻറ്റ് ഫണ്ട് ഉപയോഗിക്കുന്നത് എന്തിനാണ്? സോഷ്യൽ സെക്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. അത് പോവർട്ടി അലിവേഷൻ ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് സോഷ്യൽ സെക്ടറിലുള്ള പ്രവർത്തനങ്ങൾ. സെക്കൻഡ് വൺ ഇതാണോ എന്നുള്ളതാണ്. ഇത് കറക്റ്റ് ഓപ്ഷനാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തത്, മ്യാൻമാർ ആൻഡ് മൗറീഷ്യസ് ഹാവ് റീസെൻ്റ്ലി ജോയിൻഡ് മെമ്പേഴ്സ് ഓഫ് സാർക്ക്. സാർക്കിലെ മ്യാൻമാറും മൗറീഷ്യസും പുതിയതായിട്ട് മെമ്പറായി എന്നാണ് പറയുന്നത്. സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി വിച്ച് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ ഈസ് സ്പോൺസർഡ് ബൈ ജോയിൻ്റ്ലി ബൈ ഓൾ മെമ്പേഴ്സ് ഓഫ് സാർക്ക്. സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ശരിയാണ്. അത് സാർക്ക് മെമ്പേഴ്സിൻ്റെ ഒരു ഫണ്ടിങ്ങിൽ തന്നെയാണ് അത് ജോയിൻ്റ് ചെയ്തിട്ടുള്ളതാണ്, ശരിയാണ്. അപ്പോൾ 3 എന്നുള്ള ഓപ്ഷൻ ശരിയാണ്. അപ്പോൾ ഏതാണ് 3 ഇല്ലാത്തത്? ഈ ബി എന്നുള്ളത് തെറ്റാണ്, ഡി തെറ്റാണ്. ഇനി വന്നത് എയും സിയുമാണ്. അപ്പോൾ ഇതിൽ ഏതാ ആൻസർ? എ എന്നുള്ള ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. എയും 1ഉം 3 കറക്റ്റ് ആൻസർ. അപ്പോൾ ബി എന്ന് പറയുന്നത് മ്യാൻമാറും മൗറീഷ്യസും റീസെൻ്റ്ലി ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ആ ആൻസർ എന്തുകൊണ്ടാണ് തെറ്റാണെന്ന് നോക്കാം. സാർക്കിൽ 8 രാജ്യങ്ങളാണുള്ളത്. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാലിദ്വീപ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക. അഫ്ഗാനിസ്ഥാൻ എ ബി സ്ക്വയർ, ഭൂട്ടാനും ബംഗ്ലാദേശും, പിന്നെ ഇന്ത്യയാണ് വരുന്നത്, പിന്നെ മാലിദ്വീപ്സ് ഓൾറെഡി ഉണ്ട്, പിന്നെ നേപ്പാൾ, പാകിസ്ഥാനാണ്, ശ്രീലങ്കയാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ 9 ഒബ്സർവർ സ്റ്റേറ്റ്സ് ഉണ്ട്. ഓസ്ട്രേലിയയും ചൈന, യൂറോപ്യൻ യൂണിയൻ, ഇറാൻ, ജപ്പാൻ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, മൗറീഷ്യസ്, മ്യാൻമാർ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. മാലിദ്വീപ്സ് വരുന്നുണ്ട്. അതിൽ മൗറീഷ്യസും മ്യാൻമാറും റീസെൻ്റ്ലി ജോയിൻ ചെയ്തിട്ടില്ല, അവർ ഒബ്സർവർ സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ ഓസ്ട്രേലിയ, ചൈനയും യൂറോപ്യൻ യൂണിയനും, ഇറാനും, ജപ്പാനും, റിപ്പബ്ലിക് കൊറിയൻ, ഓസ്ട്രേലിയ, ചൈന. അപ്പോൾ നമ്മൾ മാപ്പ് എടുത്തിട്ടൊന്ന് നോക്കിയാൽ മതി. ഓസ്ട്രേലിയ, പിന്നെ ചൈന വരുന്നുണ്ട് ഏഷ്യയിൽ, യൂറോപ്യൻ യൂണിയൻ ഉണ്ട് യൂറോപ്പിൽ, പിന്നെ ഇറാൻ വരുന്നുണ്ട് ഏഷ്യ, പിന്നെ ജപ്പാൻ വരുന്നുണ്ട് ഏഷ്യ, റിപ്പബ്ലിക് ഓഫ് കൊറിയ വരുന്നുണ്ട്, പിന്നെ മൗറീഷ്യസും മ്യാൻമാറും അമേരിക്കയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അമേരിക്ക, ആ ഒരു റീജിയണിൽ അമേരിക്കയാണുള്ളത്. പിന്നെ ചൈനയും യൂറോപ്യൻ റീജിയണിൽ യൂറോപ്യൻ യൂണിയൻ, പിന്നെ ഓസ്ട്രേലിയ വരുന്നുണ്ട്, ചൈന വരുന്നുണ്ട്. അങ്ങനെ 1, 2, 9 ഒബ്സർവർ സ്റ്റേറ്റ്സ് ആണ് ഉള്ളത്. 8 മെമ്പേഴ്സാണ് സാർക്കിനുള്ളത്. ഇനി അടുത്തത്, വിത്ത് റെഫറൻസ് ടു മിനറൽ ലോസ് അമെൻമെൻറ്റ് ബിൽ 2020, 2020 മിനറൽസ് ലോസ് അമെൻമെൻറ്റ് ബില്ലിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എബവ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ മിനറൽ ലോസ് അമെൻമെൻറ്റ് ബില്ലാണ് 2020. ദ ബിൽ എയിം ടു റീപ്ലേസ് ദ ഓർഡിനൻസ് ഓഫ് ഫോർ അമെൻമെൻറ്റ് ഓഫ് ദ മൈൻസ് ആക്ട് 1952.
1952 മൈൻസ് ആക്ടിൻ്റെ അമെൻമെൻറ്റിൻ്റെ ആ ഓർഡിനൻസ് റീപ്ലേസ് ചെയ്തിട്ടുള്ളതാണ് ഈ ബില്ലെന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ, അക്കോർഡിംഗ് ടു ഇറ്റ് ദ കമ്പനീസ് ആർ നോട്ട് റിക്വയർഡ് ടു പൊസസ് എനി പ്രിയർ കോൾ മൈനിങ് എക്സ്പീരിയൻസ് ഇൻ ഇന്ത്യ ഓർഡർ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഓപ്ഷൻസ് ഓഫ് കോൾ ബ്ലോക്സ്. കോൾ ബ്ലോക്സിൻ്റെ ഓപ്ഷൻസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രിയറായിട്ട് ഒരു പ്രത്യേക ഒരു കോൾ മൈനിങ്ങിൽ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ഒന്നും വേണ്ട എന്നുള്ളതാണ്. കമ്പനീസ് അത്ര എക്സ്പീരിയൻസ് വേണ്ട എന്നുള്ളതായിരുന്നു second one. Third one, the state government are now not required to take a pre-approval for central government for granting license for coal and lignite mine lease in any case. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്
The state government share now not recorded to take peer approval for the central government for granting license for coal and lignite mining lease in any case. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൈനിങ് ലീസ് ലിഗ്നൈറ്റ് മൈനിങ് ലീസിനും ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൾ ലീസ് ചെയ്യാനൊന്നും ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പെർമിഷൻ വേണ്ട എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആൻസർ ബി എന്നുള്ള ഓപ്ഷനാണ്. ഓൺലി 2 ഈസ് ദ കറക്റ്റ് ആൻസർ. 2 സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ കറക്റ്റ് ഉള്ളൂ. ഈ ഒരു അക്കോർഡിംഗ് ടു ദ കമ്പനീസ് ആർ നോട്ട് റിക്കോർഡ് ടു പൊസസ് എനി പ്രിയർ കോൾ മൈനിങ് എക്സ്പീരിയൻസ് ഇൻ ഇന്ത്യ ഇൻ ഓർഡർ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഓപ്ഷൻ ഓഫ് കോൾ ബ്ലോക്സ്. ഇപ്പോൾ കോൾ ബ്ലോക്സ് ലേലം നടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്പനി പങ്കെടുക്കുന്നതിൻ്റെ ആ കമ്പനിക്ക് കോൾ മൈനിങ് എക്സ്പീരിയൻസ് വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ള 2 ഓപ്ഷൻ തെറ്റാണ്. എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കിവിടെ ചെക്ക് ചെയ്യാം. The Mineral Law Amendment Bill 2020 replaces the Ordinance for Amendment of the Mines, Minerals Development and Regulation Act 1957 and Coal Mine Special Provision Act 2015 which was promulgated on 11 January 2020. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? 1952 മൈൻസ് ആക്ട് ആയിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ 1957 മൈൻസ് ആൻഡ് മിനറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ആക്ടിൻ്റെ അമെൻമെൻറ്റ് അത് റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ മിനറൽസ് ലോസ് എന്ന് പറയുന്നത് 2020 വന്നത്. ഇത് 2000 പിന്നെ കോൾ മൈൻ സ്പെഷ്യൽ പ്രൊവിഷൻ ആക്ട് അതും റീപ്ലേസ് ചെയ്തിട്ടാണ് വന്നത്. അത് പ്രൊമഗേറ്റ് ചെയ്തത് ഓൺ 11 January 2020 ആയിരുന്നു. ദിസ് ബിൽ ഈസ് പ്രൊവൈഡഡ് ദ പ്രിയർ അപ്രൂവൽ ഫോർ ദ സെൻട്രൽ ഗവൺമെൻറ് വിൽ നോട്ട് റിക്വയർഡ് ടു ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ഗ്രാൻഡിങ് ലൈസൻസ് ഫോർ ഗോൾഡ് ആൻഡ് ലിഗ്നൈറ്റ് ഇൻ സർട്ടൻ കേസ്. ലൈസൻസ് നൽകാൻ വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അത്രയൊരു പ്രിയർ പെർമിഷൻ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് എടുക്കാൻ വേണ്ടാത്തത്. പക്ഷേ ലീസിനൊക്കെ അത് ആവശ്യമാണ്. This includes cases where the allocation has been done by central government and a mining blocks has been reserved for the conserved mineral. എന്താണെന്ന് വെച്ചാൽ അലോക്കേഷൻ ഹാസ് ബീൻ ഡൺ ബൈ സെൻട്രൽ ഗവൺമെൻറ് ആണ് അലോക്കേഷൻ തന്നെ ചെയ്യുന്നത്. മൈനിങ് ബ്ലോക്സ് എന്ന് പറയുന്നത് റിസർവ്ഡ് ആണ്. അത് കൺസേൺ മിനറലാണ്, സംരക്ഷിക്കപ്പെടേണ്ട ഒരു മിനറലാണത്. വിച്ച് ഓഫ് ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ സ്റ്റേറ്റ് ആർ ദെയർ ബോർഡർ വിത്ത് ബംഗ്ലാദേശ്. ബംഗ്ലാദേശുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന സ്റ്റേറ്റ്സ് എന്തൊക്കെയാണ്? 1, 3, 4. ആസാമും വെസ്റ്റ് ബംഗാളും മിസോറാമുമാണ് ഇന്ത്യയുമായിട്ട് ബംഗ്ലാദേശുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന സ്റ്റേറ്റ്സ്. അരുണാചൽപ്രദേശ് ഇല്ല. പിന്നെ മണിപ്പൂരും ഇല്ല. അപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നത് 4096 കിലോമീറ്ററാണ്. ഇൻ്റർനാഷണൽ ബോർഡേഴ്സാണത്. 5 ലോങ്ങസ്റ്റ് ആൻഡ് ലോങ് ബോർഡർ ഇൻ ദ വേൾഡ്. ഇതാണ് 5th ലോങ്ങസ്റ്റ് ലാൻഡ് ബോർഡറാണ് വേൾഡിലെ തന്നെ. പിന്നെ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഓഫ് ആസാം, ത്രിപുര, മിസോറാം, മേഘാലയ ആൻഡ് വെസ്റ്റ് ബംഗാൾ. അപ്പോൾ 1, 2, 3, 4, 5 സ്റ്റേറ്റ്സാണ് ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യ ഷെയർ ചെയ്യുന്നത്. മിസോറാമും ആസാം ആൻഡ് ത്രിപുര, ആസാമും ത്രിപുരയും 80, മിസോറാമും മേഘാലയയും. അപ്പോൾ മിസോറാം ആൻഡ് മേഘാലയ. പിന്നെ വെസ്റ്റ് ബംഗാൾ 80 MIMEWB എന്നുള്ളത് ആലോചിച്ചാൽ മതി. 80 MEMI മിസോറാം, പിന്നെ മേഘാലയ, പിന്നെ വെസ്റ്റ് ബംഗാൾ. ആ ഒരു സ്റ്റേറ്റ്സ്, ആ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് എന്നുള്ളത് ആലോചിച്ചാൽ മതി. ഇതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ. ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസിൽ ആൻസർ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും.